മാർച്ച് 1 ശനിയാഴ്ച രാത്രി 7 മണിക്ക് പുതിയ കാലത്തെ ആഘോഷങ്ങളുടെ അണിയറ വിശേഷങ്ങളുമായി അവർ എത്തുന്നു. ആഘോഷവേളയിൽ അതിഥികളെ സ്വീകരിക്കാൻ മെഡിക്കൽ വിദ്യാർത്ഥികൾ, ഭക്ഷണം വിളമ്പാൻ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ, ജനനം മുതൽ മരണം വരെയുള്ള ഓരോ നിമിഷങ്ങളും ആഘോഷമാക്കി മാറ്റുന്ന ഇന്നത്തെ ലോകത്തെ പുതിയ സാധ്യതകളിലേക്ക് നേർരേഖയുടെ സഞ്ചാരം. കാറ്ററിംഗ് രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള സലീം ഹസൻസ് കിങ്സ് പാർക്കിന്റെ അമരക്കാരൻ സലീം ഹസൻ, എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് അമേരിക്കൻ വാസത്തിനു ശേഷം തിരിച്ചെത്തി ഇവന്റ് മാനേജ്മെന്റ് രംഗത്ത് പുതുമകൾ സൃഷ്ടിച്ചു മുന്നേറുന്ന അൻവിത സദാനന്ദൻ, ആഘോഷങ്ങൾ ഹൈടെക്കാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകൾ മികവോടെ ഉപയോഗിക്കുന്ന നിസാർ അബൂബക്കർ. കൾച്ചർ എന്ന് പറയുന്നത് ഇന്നത്തെ ബുഫേ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളൊരു ടേബിളിന്റെ മുകളിൽ ചെമ്പ് കയറ്റി വെച്ച് അതിനെ പ്രത്യേകിച്ച് ആർഭാടങ്ങളൊന്നുമില്ല, അലങ്കാരങ്ങളൊന്നുമില്ല, ഒരു പ്ലേറ്റിനകത്തേക്ക് ഇട്ടിട്ട് കൊടുക്കുന്ന സംവിധാനമാണ്. പിന്നെ മട്ടന്നൂർ പ്രോഗ്രാമിന് ചെന്നപ്പം ആള് കൂടി. ഇന്നൊക്കെ ആള് കൂടി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ, അന്ന് ആള് കൂടിയ ഒന്നും ചെയ്യാനൊന്നുമില്ല. അപ്പം ആ പ്രോഗ്രാമിന് പങ്കെടുത്ത JCCന്റെ പ്രോഗ്രാമായിരുന്നു. ആ പ്രോഗ്രാമിന് പങ്കെടുത്ത സ്ത്രീകൾ അതെനിക്ക് പ്ലേറ്റ് കഴിച്ചത്. ആ കല്യാണം നമ്മളൊരു ബുഫേയിലേക്ക് കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവരാന്ന് പറയുമ്പോൾ അന്ന് കുറേ കാരണവന്മാരായിരുന്നു. ഇപ്പം അന്ന് മെനു സംസാരിക്കാൻ വേണ്ടി പോകുന്ന തന്നെ രസകരമാണ്. കാരണം കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ടാവും, ഇവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഇവർ കുറേ വർഷങ്ങളായിട്ട് പാരമ്പര്യമായി തുടർന്നു വന്ന കുറേ രീതികളുണ്ട്. ആ രീതികളോട് നമ്മൾ ഫൈറ്റ് ചെയ്യണം. എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ആ ഇയർ തന്നെ ആക്ച്വലി ഞാൻ ഇവൻറ്റ്സ് ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് കൂടിയിട്ട് 2015 ക്യാപിറ്റോൾ മോൾ, ആ സമയത്ത് ക്യാപിറ്റോൾ മോൾ സ്റ്റാർട്ട് ചെയ്ത സമയമായിരുന്നു. ഞങ്ങൾ ആ സമയത്ത് എനിക്കൊരു പാഷനായിരുന്നു, ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ണൂരിൽ ചെയ്യാത്തൊരു കാര്യമൊക്കെ ചെയ്യണം എന്നുള്ളത്. ആ സമയത്ത് ന്യൂ ഇയർ പ്രോഗ്രാംസ് ഒന്നും അധികം നടക്കാത്തൊരു സമയമായിരുന്നു കണ്ണൂരിൽ. സോ നമ്മൾ പബ്ലിക് ഓഡിയൻസിൽ ലൈക്ക് സ്പോൺസേഴ്സിനെ വെച്ചിട്ട് ABCയും ചിക്കിങ് ഒക്കെ ആയിരുന്നു ആ സമയത്ത് നമ്മൾ സ്പോൺസർ. അപ്പോൾ ന്യൂ ഇയർ പ്രോഗ്രാം ആയിരുന്നു എൻ്റെ ഫസ്റ്റ് ഇവൻറ്റ്. ആ 2015 ഞങ്ങൾ ക്യാപിറ്റോൾ മോളിൽ പബ്ലിക് ആയിട്ട് ടിക്കറ്റ് ബേസ്ഡ് ഒന്നും അല്ലാണ്ട് ഓപ്പൺ ടു പബ്ലിക് എന്നിട്ട് ന്യൂ ഇയർ ഇവൻറ്റ് ചെയ്തു. സോ ആ ന്യൂ ഇയർ ഇവൻറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ വാലന്റൈൻസ് ഡേ ഇവൻറ്റ് ചെയ്തു. അത് നന്നായിട്ട് പോകാൻ തുടങ്ങിയിരുന്നു. പക്ഷേ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ ആസ് എ വുമൺ ഒരുപാട് ചാലഞ്ചസ് നമുക്ക് വരും ഈ ഒരു ഫീൽഡിൽ. 5 ഇയർ ബാക്ക് നമുക്ക് കൊറോണ വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇൻഡസ്ട്രി ടോട്ടലി ചേഞ്ച് ആയി. അതിന് മുന്നേ നടക്കുന്നത് ഒരു പാരൻസ് ഓറിയൻറ്റഡ് ബിസിനസ് ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു 80% പാരൻസ്, ഒരു 20% മാത്രമേ ബ്രൈഡ് ആൻഡ് ഗ്രൂം ഇതിൽ ഇൻട്രാക്ട് ചെയ്യുന്നുള്ളൂ. ഇതിപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയി. 80% ബ്രൈഡ് ആൻഡ് ഗ്രൂമും 20% താഴെ മാത്രമേ പാരൻസ് ഇൻട്രാക്ട് ചെയ്യുന്നുള്ളൂ. ആക്ച്വലി അത് ഞങ്ങളുടെ ബിസിനസ്സിനൊരു ബെനിഫിറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇവർ മനസ്സു തുറക്കുമ്പോൾ തെളിയുന്നത് ആഘോഷങ്ങളിലെ അനന്ത സാധ്യതകളാണ്. കാണുക നേർരേഖ.